Hi friends, next topic is Carnot cycle. This is a Carnot engine. First നമുക്ക് Carnot engine എന്താണെന്ന് നോക്കണം. Carnot engine വെച്ചാൽ ഒരു സിലിണ്ടർ ഒരു പിസ്റ്റൺ അറേഞ്ച്മെന്റ് ആണ്. സിലിണ്ടർ ആൻഡ് പിസ്റ്റൺ അറേഞ്ച്മെന്റ്. ഇതാണ് പിസ്റ്റൺ, ഇതാണ് സിലിണ്ടർ. ഈ സിലിണ്ടറിന്റെ ബോഡി എന്ന് പറയുന്നത് ഈ സിലിണ്ടറിന്റെ ബോഡി ഇൻസുലേഷൻ ആണ്. അതുപോലെ തന്നെ സിലിണ്ടറിന്റെ ഹെഡ് ഈ ഒരു പോർഷൻ മാത്രം ഹീറ്റിനെ അലോ ചെയ്യുന്ന ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ്. ഫസ്റ്റ് ഇതിനുള്ളിൽ ഒരു യൂണിറ്റ് മാസ് ഗ്യാസ് അല്ലെങ്കിൽ എയർ നിന്ന് അസ്യൂം ചെയ്യുന്നത് ഈ ഒരു പോർഷന്റെ ഉള്ളിൽ. അപ്പൊ ഇത് സ്റ്റേറ്റ് 1 എന്ന് പറയുന്നത് ഇതാണ് ഇതിന്റെ സ്റ്റേറ്റ് 1. ഈ ഒരു പോയിന്റിലെ വോളിയം ആണ് കാണുന്നത്, ഈ ഒരു പോയിന്റിലെ പ്രഷർ ആണിത്, ഈ ഒരു പോയിന്റിലെ വോളിയം ആണ്. അപ്പോൾ സ്റ്റേറ്റ് 1 എന്ന് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി ഇവിടെ ഒരു ഹോട്ട് ബോഡി ഉണ്ട്, ഒരു കോൾഡ് ബോഡി ഉണ്ട്, ഒരു ഇൻസുലേഷൻ ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഹോട്ട് ബോഡിനെ ഈ പറയുന്ന എയർ ആയിക്കൊണ്ട് കോണ്ടാക്ട് വയ്ക്കുന്നു. എന്തുണ്ടാവുന്നത് ഈ എയർ ഇവിടെയുള്ള ഹോട്ട് ബോഡിയുള്ള ഹീറ്റ് ഈ എയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, എയർ എക്സ്പാൻഡ് ചെയ്യുന്നു. സൈമൾട്ടേനിയസ്ലി എയറിന്റെ എക്സ്പാൻഷൻ കാരണം ഈ പറയുന്ന ഒരു പ്രഷർ ഇങ്ങോട്ട് കൊടുത്തുകൊണ്ട് എയർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഈ പറയുന്ന പിസ്റ്റൺ ഇങ്ങോട്ട് ട്രാവൽ ചെയ്യും. അതായത് എക്സ്പാൻഷൻ ആണ് നടക്കുന്നത്. ഈ എക്സ്പാൻഷൻ നടക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടുന്ന് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്തത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലാണ്. സോ ഇവിടുത്തെ എക്സ്പാൻഷൻ നമുക്ക് ഒരു പേര് വിളിക്കാം ഐസോതെർമൽ എക്സ്പാൻഷൻ. അങ്ങനെ ഈ ഒരു പിസ്റ്റൺ മൂവ് ചെയ്തിട്ട് ഈ 2 എന്ന് പറയുന്ന പോർഷനിൽ നിൽക്കുന്നു. ഈ 2 എന്ന് പറയുന്ന പോർഷനാണ് ഈ കാണുന്ന പോയിന്റ്. അപ്പൊ നമുക്ക് ഈ ഹോട്ട് ബോഡിനെ ഇവിടെ മാറ്റാം, ഈ ഹോട്ട് ബോഡിനെ നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പൊ ഇവിടെ നടന്ന പ്രോസസ് എന്താണ്? 1 ൽ നിന്ന് 2ലേക്ക് ഒരു എക്സ്പാൻഷൻ നടന്നു. അതിനെയാണ് 1 to 2 എന്ന് കാണിക്കുന്നത്. ഈ 1 to 2 ആണ് ഐസോതെർമൽ എക്സ്പാൻഷൻ. അതിന്റെ TS ലേക്ക് നോക്കാം, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഹൊറിസോണ്ടൽ ലൈൻ 1 to 2. ഇവിടെ വോളിയം പ്രഷറും വാരി ചെയ്യുന്നു 1 to 2. ദെൻ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോട്ട് ബോഡിക്ക് പകരം ഒരു ഇൻസുലേഷൻ കൊണ്ട് ഈ ഒരു ഇൻസുലേഷൻ ബോഡി കൊണ്ട് ഇതിനെ കവർ ചെയ്തു. അപ്പൊ എന്തായി? ഓൾ ബോഡി ഇൻസുലേഷൻ ആയി മാറി. ഓൾ ബോഡി ഇൻസുലേഷൻ ആയി മാറുന്ന മീനിങ് എന്താണ്? ഓൾ ബോഡി ആക്ട് ആസ് എ അഡയബാറ്റിക് സിസ്റ്റം. അഡയബാറ്റിക് എന്ന് മീനിങ് എന്താ? നെയ്തർ ഹീറ്റ് ട്രാൻസ്ഫർ നോട്ട് ഹീറ്റ് റിജക്ഷൻ ഫ്രോം സിസ്റ്റം ടു സറൗണ്ടിങ്സ് ഓർ സറൗണ്ടിങ്സ് ടു സിസ്റ്റം. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താവും? ഈ രണ്ടിൽ നിൽക്കുന്ന ഈ പറയുന്ന പിസ്റ്റൺ ഈ ഒരു ഇൻസുലേഷൻ കൊണ്ട് കവർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ എക്സ്പാൻഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഇതിനുള്ളിൽ ഈ എയർ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രോസസ്സ് കുറച്ച് സമയം കൂടി കണ്ടിന്യൂ ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പൊ എന്തുണ്ടാവും? ഇവിടെ നിൽക്കുന്ന ഈ ഒരു പിസ്റ്റൺ കുറച്ചും കൂടി ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു. അതിന് വിളിക്കുന്ന പേരാണ് ഐസെൻട്രോപിക്. എൻട്രോപ്പി കോൺസ്റ്റന്റ് ആണ്. ബിക്കോസ് എന്താണ്? അവിടെ അഡയബാറ്റിക് സിസ്റ്റം ആയതുകൊണ്ട് നമുക്ക് വിളിക്കാൻ പറ്റും അഡയബാറ്റിക് സിസ്റ്റം ഓർ ഐസെൻട്രോപിക് സിസ്റ്റം. നമുക്ക് പറയാം ഐസെൻട്രോപിക് എക്സ്പാൻഷൻ. 2 to 3 എന്ന് പറയുന്നത് ഐസെൻട്രോപിക് എക്സ്പാൻഷൻ ആണ്. അതാണ് 2 to 3 ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. ഐസെൻട്രോപിക് എക്സ്പാൻഷൻ ആയതുകൊണ്ട് പ്രഷറും വോളിയം വീണ്ടും വേരി ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു കർവ് പോലെ കാണിക്കാം. ബട്ട് ഇവിടെ നോക്കിക്കോളൂ, ഐസെൻട്രോപിക് പ്രോസസ് എന്ന് പറയുന്നത് എൻട്രോപ്പി കോൺസ്റ്റന്റ് ആണ്. ബിക്കോസ് ഇത് വരയ്ക്കുന്നത് വെർട്ടിക്കൽ ലൈൻ ആണ്. 2 to 3 ആസ് എ ഐസെൻട്രോപിക് എക്സ്പാൻഷൻ പ്രോസസ്. അത് കഴിഞ്ഞാൽ വീണ്ടും എന്താവുന്നത്? ഈ ഇൻസുലേഷൻ കവറിനെ ഇവിടെ മാറ്റാൻ അതിന് പകരം ഈ ഒരു കോൾഡ് ബോഡിനെ കൊണ്ടുവയ്ക്കുന്നു. ഈ കോൾഡ് ബോഡിനെ ഇവിടെ കൊണ്ടുവയ്ക്കുന്നു. അപ്പൊ കോൾഡ് ബോഡിന് എയർ തമ്മിൽ കോൺടാക്ട് ചെയ്യുന്നുണ്ടാവും. ഈ കോൾഡ് ബോഡി ഈ എയറിനെ തണുപ്പിക്കുകയും ചെയ്യുന്നു. അതായത് ഉള്ളിലുള്ള ഹീറ്റ് പുറമേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പൊ ഉള്ളിൽ തണുക്കുന്നുണ്ടാവും. അത് ഈ ഉള്ളിലുള്ള ഹീറ്റ് പുറത്തേക്ക് പോകാൻ ഉള്ളിലുള്ള എയറിനെ കൂൾ ചെയ്യുമ്പോൾ ഷ്രിങ്ക് ചെയ്യുക, അല്ലെങ്കിൽ ചുരുങ്ങാന്ന് പറയും. അപ്പൊ എന്താവുന്നു? ഇവിടെ നിൽക്കുന്ന ഈ പിസ്റ്റൺ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യും. ഇങ്ങോട്ട് ട്രാവൽ ചെയ്തിട്ട് ഈ 4 ഒന്നും അതിനെയാണ് 3 to 4 എന്ന് വിളിക്കുന്നത്. ദാറ്റ് മീൻസ് ഐസോതെർമൽ കംപ്രഷൻ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകാന്ന് പറഞ്ഞാൽ വോളിയം ചുരുങ്ങി വരികയാണ്. അതിനാണ് കംപ്രഷൻ എന്ന് വിളിക്കുന്നത്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയതുകൊണ്ടാണ്. അത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലാണ് ഹീറ്റ് പുറത്തേക്ക് റിജക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് വിളിക്കാം that is known as isothermal compression. Then again ഈ കോൾഡ് ബോഡിനെ മാറ്റുന്നു, പകരം ഇൻസുലേഷൻ കൊണ്ട് കവർ ചെയ്യുന്നു. അപ്പൊ എന്താവുന്നു? ആ കൂളിംഗ് എഫക്റ്റ് കുറച്ച് സമയം കൂടി കണ്ടിന്യൂ ചെയ്യുന്നു. ആ കൂളിംഗ് എഫക്റ്റ് കണ്ടിന്യൂ ചെയ്യാനുള്ള മീനിങ് എന്താ? ഇതെല്ലാം ഒരു ഇൻസുലേഷൻ ബോഡിയായി, അതായത് അഡയബാറ്റിക് സിസ്റ്റമായി മാറി. അതുകൊണ്ട് നമുക്ക് 4 to 1 വിളിക്കാം. തിരിച്ച് ഇവിടെ നിന്ന് പഴയ സ്ഥലത്തേക്ക് തിരിച്ചതിനെ വിളിക്കാം ഐസെൻട്രോപിക് കംപ്രഷൻ. അങ്ങനെയാണ് ഈ സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ നമുക്കൊരു കാർനോട്ട് സൈക്കിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാർനോട്ട് സൈക്കിളിൽ നമുക്ക് 4 പ്രോസസ്സുകളാണുള്ളത്. 2 ഐസോതെർമൽ പ്രോസസ്സും 2 അഡയബാറ്റിക് പ്രോസസ്സും. 2 ഐസോതെർമൽ എന്ന് പറയുന്നത് ഐസോതെർമൽ എക്സ്പാൻഷൻ ആൻഡ് ഐസോതെർമൽ കംപ്രഷൻ. അഡയബാറ്റിക് എന്ന് പറയുന്നത് 2 to 3 അഡയബാറ്റിക് എക്സ്പാൻഷൻ ആൻഡ് 4 to 1 അഡയബാറ്റിക് കംപ്രഷൻ. ഇത് ക്ലിയർ ആയി വിചാരിക്കും. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതിന്റെ
എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഒരു ഡെറിവേഷനിലേക്കാണ് പോകുന്നത്. ഇവിടേക്ക് വരാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ സൈക്കിൾ വരയ്ക്കുന്നത് പക്ക കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെറിവേഷൻ തെറ്റും. ബിക്കോസ് ഈ T2, T3, T1 എന്നൊക്കെ പറയുന്ന ഈ ടെമ്പറേച്ചർ പോയിന്റ്സ് എല്ലാം നമ്മൾ എടുക്കുന്നത് ഇവിടെ നിന്നാണ്. അപ്പൊ ഈ വന്ന് ഇവിടേക്ക് പോയാൽ ഇവിടെയാണ് വന്നു കഴിഞ്ഞെങ്കിലോ ടെമ്പറേച്ചറിന്റെ പൊസിഷൻ മാറി ഇവിടെ എടുക്കുന്ന വാല്യൂസ് എല്ലാം മാറും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഏറ്റവും ടോപ്പിൽ കൊണ്ട് വന്നെന്ന് എഴുതാം, ഏറ്റവും ടോപ്പ് പോയിന്റിൽ വന്നെന്ന് എഴുതാം. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 1 2 3 4 മാർക്ക് ചെയ്യാം. 1 2 3 4 മാർക്ക് ചെയ്യാം. ഓക്കെ, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പ്രോസസ് 2 to 3 എന്താണ്? ഐസെൻട്രോപിക് എക്സ്പാൻഷൻ ആണ്. അപ്പൊ ഐസെൻട്രോപിക് എക്സ്പാൻഷൻ നമുക്ക് ഐസെൻട്രോപിക്കിന്റെ ഇക്വേഷൻ യൂസ് ചെയ്യാം. V3/V2 is equal to T2/T3 whole raised to 1 by gamma minus 1. And next adiabatic equation എന്താണ്? ഐസെൻട്രോപിക് കംപ്രഷൻ എന്ന് പറയുന്നത് 4 to 1 ആണ്. പ്രോസസ് 4 to 1. അതെ, ഐസെൻട്രോപിക് കംപ്രഷൻ. ഇത് സിമിലർ തന്നെ V4/V1 is equal to T1/T4 whole raised to 1 by gamma minus 1. അപ്പോൾ രണ്ട് സെയിം ഇക്വേഷൻ കിട്ടി. നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് T1 is equal to T2 because isothermal process. T3 is equal to T4 because isothermal process. T1 is equal to T2, T3 is equal to T4. Therefore, V4/V1 is equal to T1 ന് പകരം T2 എന്ന് എഴുതാം, T4 ന് പകരം T3 എന്ന് എഴുതാം. അപ്പോൾ എന്തായി? ഇതേ സെയിം സാധനം തന്നെ ഇവിടേക്കും കിട്ടി. V3/V2 is equal to എന്താണോ വന്നത് അത് തന്നെയാണ് V4/V1 is equal to നമുക്ക് കിട്ടുന്നത്. അപ്പോൾ രണ്ട് ഇക്വേഷൻ കിട്ടി. രണ്ട് RHS സെയിം ആയിട്ടുള്ള രണ്ട് ഇക്വേഷൻ നമ്മൾ പ്ലോട്ട് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ LHS ഈക്വൽ ആയിരിക്കും. RHS രണ്ടും സെയിം ആണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? LHS ഈക്വൽ ആയിരിക്കും. ദാറ്റ് മീൻസ് V3/V2 is equal to V4/V1. ഇതിനെ റീഅറേഞ്ച് റീഅറേഞ്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ V3 നെ നിർത്തിക്കൊണ്ട് V4 ഇങ്ങോട്ട് കൊണ്ടുവരാം, V2 നെ അങ്ങോട്ട് കൊണ്ടുവരാം. V3/V4 is equal to V2/V1. V3/V4 is equal to V2/V1. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്താണ്. ഇനി നമുക്ക് ഹീറ്റ് സപ്ലൈ, ഹീറ്റ് റിജക്ഷൻ കണ്ടുപിടിക്കണം. കാരണം ഹീറ്റ് സപ്ലൈ, ഹീറ്റ് റിജക്ഷൻ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് എഫിഷ്യൻസിയുടെ ടേംസിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഹീറ്റ് സപ്ലൈ എന്ന് പറയുന്നത് ഐസോതെർമൽ പ്രോസസ്സിലാണ് ഹീറ്റ് സപ്ലൈ നടക്കുന്നത്. പ്രോസസ് 1 to 2 ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ്. അതായത് ഹോട്ട് ബോഡി കോൺടാക്ട് വരുമ്പോഴാണ് ഹീറ്റ് സപ്ലൈ നടക്കുന്നത്, കോൾഡ് ബോഡി കോൺടാക്ട് വരുമ്പോഴാണ് ഹീറ്റ് റിജക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഹീറ്റ് സപ്ലൈ എന്ന് പറയുന്നത് നമുക്കറിയാം, ഐസോതെർമലിലെ ഹീറ്റ് സപ്ലൈ എന്ന് പറയുന്നത് PV log R ആണ്. R എന്ന് വെച്ചാൽ കംപ്രഷൻ റേഷ്യോ, വോളിയത്തിന്റെ റേഷ്യോ. ഇവിടെ എക്സ്പാൻഷൻ പ്രോസസ് ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും Q is equal to P1V1. കാരണം പ്രോസസ് 1 to 2 ആണ് കേട്ടോ. P1V1 log V2/V1. V2/V1 ആണ് കംപ്രഷൻ റേഷ്യോ എന്ന് വിളിക്കുന്നത്, R അല്ലെങ്കിൽ എക്സ്പാൻഷൻ റേഷ്യോ എന്ന് വിളിക്കുന്നത്. സിമിലർലി ഹീറ്റ് റിജക്ഷൻ എന്താണ്? 3 to 4. പ്രോസസ് 3 to 4. QR is equal to P3V3 log V3/V4. ഓക്കെ, ഇവിടേക്ക് വരാം. PV എന്ന് പറഞ്ഞാൽ എന്താണ്? PV is equal to MRT ആണ്. ജനറൽ ഗ്യാസ് ഇക്വേഷൻ PV is equal to MRT. ഇതിൽ T മാത്രമേ വേരിയബിൾ ഉള്ളൂ, മറ്റേ രണ്ടും കോൺസ്റ്റന്റ് ആണ്. Therefore, Q is equal to P1V1 log, അതിന് പകരം PV is equal to MRT ആയതുകൊണ്ട് PV ക്ക് പകരം MRT1 log V2/V1. QR is equal to MRT3. ഇതിപ്പോൾ P3V3 ക്ക് പകരം നമുക്ക് എഴുതാം MRT3 log V3/V4. Therefore, efficiency is equal to 1 minus QR/QS. 1 minus QR/QS. QR നെ ഈ കേസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, QS നെ ഈ കേസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിൽ കോമൺ ആയിട്ട് വരുന്നത് MR, അതെണ്ണം ക്യാൻസൽ ചെയ്തു, log V2/V1 log V2/V1. ഇവിടെ ഇങ്ങനെ log V2/V1 ആയി V3/V4 ആയിരുന്നല്ലോ. ആ V3/V4 നോക്കി അതിനുവേണ്ടി നമ്മൾ ചെയ്തത് കേട്ടോ. അതിനുവേണ്ടിയാണ് ഈ ഇക്വേഷൻ നമ്മൾ സെറ്റ് ചെയ്തത്. V3/V4 is equal to V2/V1 ആയി. അപ്പോൾ ബ്രാക്കറ്റിനുള്ളിൽ V2/V1 ആയി, ഇവിടെ ബ്രാക്കറ്റിനുള്ളിൽ V2/V1 ആണ്. അതുകൊണ്ടാണ് ഇവിടെ V2/V1 എഴുതാനാണ്. ഇത് രണ്ടും കോമൺ ആണ്. ഇത് ക്യാൻസൽ ആയി, ഇത് ക്യാൻസൽ ആയി, ഇത് ക്യാൻസൽ ആയി, നമുക്ക് ക്യാൻസൽ ആയി. ബാലൻസ് 1 minus T3/T1. Efficiency is equal to 1 minus T3/T1. Where ഇവിടെ നോക്കുക, രണ്ട് ടെമ്പറേച്ചർ ലിമിറ്റിൽ നിന്നുകൊണ്ടാണ് എഞ്ചിൻ വർക്ക് ചെയ്തത്. ഒന്ന് അപ്പർ ടെമ്പറേച്ചർ, ഒന്ന് ലോവർ ടെമ്പറേച്ചർ. ലോവർ ടെമ്പറേച്ചർ T3 T4 ലോവർ ടെമ്പറേച്ചർ ആണ്, അപ്പർ ടെമ്പറേച്ചർ T1 T2 ആണ്. അപ്പൊ നമുക്ക് ഈ അപ്പർ ടെമ്പറേച്ചറിന് വേണമെങ്കിൽ T1 എന്ന് പേര് കൊടുക്കാം, ലോവർ ടെമ്പറേച്ചറിലാണ് നമുക്ക് T2 എന്ന് പേര് കൊടുക്കാം. അപ്പർ ടെമ്പറേച്ചറിന് വേണമെങ്കിൽ T1 എന്ന് പേര് കൊടുക്കാം, ലോവർ ടെമ്പറേച്ചറിന് വേണമെങ്കിൽ T2 എന്ന് പേര് കൊടുക്കാം. T3 ന് പകരം നമുക്ക് വേണമെങ്കിൽ T2 എന്ന് എഴുതാൻ പറ്റും. Therefore, efficiency is equal to 1 minus T2/T1. ഇതാണ് കാർനോട്ട് സൈക്കിളിന്റെ ഡെറിവേഷൻ. ഓക്കെ.